ഇന്നും എനിക്ക് ജോലി കഴിഞ്ഞിട്ട് നേരെ അച്ഛനെ കാണണം തോന്നി. നേരെ അവിടുന്ന് തന്നെ നേരെ എൻ്റെ വീട്ടിൽ പോലും കയറാണ്ട് ഇങ്ങോട്ട് പോന്നു. ഞാനും ഓംകാറും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ അച്ഛൻ അംബിക അച്ഛൻ്റെ അടുത്തുണ്ടായിരുന്നു. അംബിക്ക് ഇത്തിരി ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേർ രണ്ടുപേരുണ്ടായിരുന്നു. അവർ അമ്മ വീട്ടിൽ പോയതായിരുന്നു. പക്ഷേ ഞാൻ വരുമ്പോഴത്തേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഒരേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കഥകൾ പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമാണ്. അച്ഛൻ പഴയ കഥകളും പുരാണങ്ങളും. അച്ഛന് അറിയില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അച്ഛനെ പറഞ്ഞ് ജയിക്കാൻ നമ്മളെക്കൊണ്ടും പറ്റില്ല. അറിവിൻ്റെ ഒരു വിജ്ഞാനകോശം എന്നൊക്കെ പറയാം എൻ്റെ അച്ഛൻ. അത്രയ്ക്ക് അറിവുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. നല്ലൊരു അറിവുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് അംബികയുടെ കുറിഞ്ഞി പൂച്ചയും വന്നു. കുറിഞ്ഞി പൂച്ച ഇപ്പോൾ പ്രസവിച്ചിട്ട് 3 കുട്ടികളുണ്ട്. അങ്ങനെ അവിടെ പാപ്പൊക്കെ കാണിച്ച് അവിടെ അങ്ങനെ വന്ന് കിടക്കുകയാണ്. വർത്തമാനം കേട്ട് അന്നേരം എന്തോ ഒരു പാറ്റയോ വലിയ വഴുതാരം എന്തോ ഒരു അനക്കം കേട്ടു. അപ്പോൾ ശ്രദ്ധ മുഴുവൻ അവിടേക്കായി കേട്ടോ. കുറേ വിളിക്കേണ്ടതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറിഞ്ഞിന്ന് വിളിക്കുന്നുണ്ട് അവിടെ ഫേസ് ഒന്ന് കാണാൻ വേണ്ടി. ശ്രദ്ധ മുഴുവൻ പറമ്പിലേക്കാണ്. അവിടെ എന്താണെന്നാവോ. അത് കഴിഞ്ഞ് കുറേ നേരം അച്ഛൻ്റെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ വെച്ച് കുടിച്ച് ഞങ്ങൾ നേരെ അമ്പിയുടെ വീട്ടിലേക്ക് കയറി പോരാ കേട്ടോ. മുറ്റത്തോടെ തന്നെയാണ് കയറി പോരണത്. അന്നേരം അവിടെ ഒരു കുമ്പളം ഇങ്ങനെ നിറയെ കായ്കളായിട്ട് ഒരു 10-12 കുമ്പളങ്ങ അവർ വിറ്റു എന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും കായ ഉണ്ടായി ഇത്രേ. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. വന്നെങ്കിൽ ഒരു കുമ്പളങ്ങ കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ കുമ്പളമൊക്കെ കണ്ട് പടമൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ പിടിച്ച് അങ്ങനെ പതുക്കെ അവിടെ അടുത്തേക്ക്. ആ ഭാഗം നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ഒരു സീനറി നിറഞ്ഞ ഒരു ഭാഗമാണത്. എനിക്കിങ്ങനെ വന്നിരുന്ന് ഇപ്പോൾ ഞാൻ സൗണ്ട് കൊടുത്ത് ഇങ്ങനെ വന്നിരിക്കായി. സന്ധ്യയായി. നല്ല രസം ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കാനായിട്ട്. അങ്ങനെ ഓംകാറും പതുക്കെ ചുമക്കുന്നുണ്ട്. അമ്പിക്ക് നല്ല തുമ്മലായിരുന്നു. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് ഇതേ ഓരോ ചെറിയ ചവിട്ട് കല്ലുകളൊക്കെ കയറി എനിക്ക് ഈ ഒരേ ചവിട്ട് കുത്ത് കല്ലുകളെ കിടക്കാൻ ഇങ്ങനെ ഇരുന്ന് പ്രകൃതി കണ്ട് പഴയ നെസ്റ്റു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ നല്ല രസം. വരണം അതിനൊക്കെ വേണ്ടിയിട്ട്. കുറച്ചും കൂടി പച്ചപ്പായിട്ട് വേണം. അവർ മുന്നേ പോകുമ്പോൾ ഞാൻ പിന്നീട് വീഡിയോ എടുത്ത്. അതുപോലെ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാണല്ലോ നിറയെ പൂക്കളായിരിക്കും. ഞാനിപ്പോൾ എടുത്തത് നാണം കുണുങ്ങി കേട്ടോ. നാണം കുണുങ്ങി എന്ന് പറഞ്ഞൊരു പൂച്ചെടിയുണ്ട്. അത് നിറയെ കൊലകുത്തി പൂക്കളുണ്ടാവും. ഓംകാറിന് ചെറുതായിട്ട് ഡെങ്കിപ്പനി ഉണ്ടെന്ന്. അങ്ങനെ അംബികയുടെ മുറ്റത്തെത്തി. നിറയെ കാശിത്തുമ്പയും പിന്നെ മറ്റേ മുക്കുറ്റിയും ഒക്കെ നിറഞ്ഞ് പൊടിയായിട്ട് വളർന്നു വരുന്നുണ്ട്. കുറച്ച് കാശിത്തുമ്പ കൊണ്ടുപോകണം അടുത്ത ദിവസം വരും. ഇപ്പം സന്ധ്യയായി, ചെടിയൊന്നും പറിക്കുന്നില്ല. നിറയെ പൂക്കളുള്ള കൊങ്ങിണി. ഈ പുളിയുണ്ടല്ലോ നിറച്ച് കായ, തൈപ്പുളിയാണ്. അത് കുറേ ഒരു 2 കിലോളം എൻ്റെ അടുത്തുണ്ട്. അത് പാറുവിന് കൊടുത്തു വിട്ടോളാൻ പറഞ്ഞ് തന്നതാണ്. അതെടുത്ത് ഭദ്രമാക്കി വെച്ചു. പിന്നെ പാറു വന്ന് പോകുമ്പോഴൊക്കെ മറന്നു പോകും. അവിടെ തന്നെ ഇരിക്കുക. ചിലപ്പോൾ ഞാനിതെടുത്ത് ശാലുവിന് കൊടുക്കും. അവർ ഡെയിലി മീൻ കറി വയ്ക്കുന്ന ആൾക്കാർ. മീനില്ലാണ്ട് ശാലുവിൻ്റെ അടുത്ത് പറ്റില്ല. മോനും അച്ഛനും മീൻ നിർബന്ധം. അങ്ങനെ ഇതാണ് അമ്പിയുടെ വീടിൻ്റെ ഉള്ളട്ടോ. അമ്മയും മോളും മാത്രമുള്ളൂ വീട്ടിൽ. തൊട്ട് ചേർന്നിട്ടാണല്ലോ എൻ്റെ തറവാട്. പിന്നെ ഇപ്പം അയൽവക്കത്ത് വേറൊരു വീട് വന്നു, ഒരു ലളിത ചേച്ചിയുടെ വീട്. അത് നന്നായി. ഈ മേശയുടെ അടി ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. അതിൻ്റെ അടിയിലാണ് കുറിഞ്ഞി 3 കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കുന്നത്. ഇതാണ് വീടിൻ്റെ പിൻഭാഗം. ഇവിടെ നല്ല മനോഹരമാണ്. പൂക്കളാണ് നിറച്ച്. അതാണ് വളരെയേറെ ഭംഗി നൽകുന്നത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നിറയെ പൂക്കളായിരിക്കും. ഓണത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും വീട്